നമസ്കാരം. എല്ലാവർക്കും എന്നെ അറിയാലോ. ഇതെന്റെ മോൾ അമ്മു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നല്ല പരിചയമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെ എല്ലാവരെയും എനിക്ക് ഒരുമിച്ച് അറിയത്തില്ലെങ്കിലും അടുക്കള അപ്പം വന്ന് കമൻറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ കാണാറുണ്ട്. എനിക്ക് അവരെ എല്ലാം നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഈ അടുക്കളയുടെ 555 ഡേയ്സ് സെലിബ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു കുക്കറി ഷോ നടത്തണമെന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കുക്കറി ഷോ നടത്തുന്നത്. കുക്ക് ചെയ്യാനറിയാം, എല്ലാ ഐറ്റംസും ഡിഷസും കഴിച്ചിട്ടുണ്ട് മോസ്റ്റ്ലി. ഇതൊക്കെ അറിയാമെങ്കിലും ഞാനിത് എല്ലാ സാധനങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും മോസ്റ്റ്ലി എല്ലാ ഇതിനെക്കുറിച്ച് നല്ല ഒരു അറിവ് എനിക്കുണ്ട്. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ നമുക്ക് ഒരു ഗസ്റ്റ് വരുമെന്ന് വിചാരിക്കുക. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു, ഞങ്ങളൊരു 12 മണിയാകുമ്പോഴത്തേക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല, ലഞ്ചൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പം എന്നാലും നമ്മൾ വിചാരിക്കും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ഒരു ഗസ്റ്റ് അല്ലേ, അവർക്ക് എന്തെങ്കിലും നമ്മളൊന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാതെ എങ്ങനെയാണ് വിടുന്നത്, അതല്ലേ നമ്മുടെ മര്യാദ. അങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ അവർക്ക് നല്ലൊരു ഫുഡ് ഏറ്റവും ഒരു 2 hours ടൈം അതിനകത്ത് വേഗം പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. അത് ഏറ്റവും നല്ലതുമായിരിക്കണം. അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനുള്ളൊരു ഷോർട്ട് മെനു ആണ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു തായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെനു ആണ്. ഒരു റൈസും അതിനൊരു സൈഡ് ഡിഷും പിന്നെ ഒരു ഡെസേർട്ടും. ഫ്രൈ കഴിയുമ്പോഴത്തേക്ക് അതൊരു റിച്ച് ആയിട്ടുള്ളൊരു ലഞ്ചായി. പ്ലസ് അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ഗസ്റ്റിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റും. നമുക്കും ഒരു സംതൃപ്തി. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റൈസിനെ കുറിച്ചൊരു ഐഡിയ പറയാം. ഇത് ഒരു 3 cups അരിയുണ്ട്. ഒരു 4 പേർക്ക് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറച്ച് കൂടുതലുണ്ടായിരിക്കും, കുറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇത്തിരി കൂടുതലുണ്ടാക്കുന്നത്. അപ്പോൾ റൈസ് എന്ന് പറയുമ്പം അത് വെജിറ്റബിൾസ് സ്റ്റർ ഫ്രൈ ചെയ്തിട്ട് റൈസും കൂടെ ചേർത്ത് ടോസ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. അത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പം അത് ഞാൻ അതിന് ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് ഇതൊക്കെയാണ്: ബ്രോക്കോളി, റെഡ്, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച് പെപ്പർ, പിന്നെ സ്പ്രിംഗ് അനിയൻസ്. ഇത് പിന്നെ അതിനകത്തൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മിൻറ്റ് ലീവ്സ്, അത് ഞാൻ അരി ഇടുന്നതിന് മുന്നേ തന്നെ അത് ഞാൻ എടുത്ത് മാറ്റും. ഇത് ലൈം ലീവ്സ് ആണ്, നാരകത്തിൻ്റെ ഇല. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാരങ്ങയുടെ റിൻഡ് ഇടാം. അതായത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞിട്ട് നാരങ്ങയുടെ തൊണ്ട് നമുക്ക് കട്ട് ചെയ്തിടാം. അപ്പം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് ബേബി കോൺസും ബേബി കാരറ്റ്സും. ഇത്രയും സാധനമാണ് റൈസിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലിനകത്ത് സോട്ടേ ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് സോയ് സോസ് ആയിട്ട് ഇട്ട് ഒന്ന് ടോസ് ചെയ്തെടുത്തിട്ട് കൂടെ റൈസും കൂടെ ഇട്ട് ടോസ് ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. അത് നമുക്ക് കാണാം എങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ റൈസിൻ്റെ കൂടെ ഒരു പിക്കിളും കൂടെ, നമ്മൾ ഹോം മെയ്ഡ് പിക്കിൾ, തായ് ബേസ്ഡ് ആണ്, അതും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിനീഗറിനകത്ത് ഷുഗർ ഇട്ടിട്ട് കാക്കടി അല്ലെങ്കിൽ നാടൻ ക്യൂക്കമ്പർ അത് കട്ട് ചെയ്ത്, വേണമെങ്കിൽ ഒരു ഗ്രീൻ ആപ്പിളും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിളായി. അത് റൈസിൻ്റെ പിക്കിൾ. ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ സൈഡ് ഡിഷാണ്. മെയിൻ സൈഡ് ഡിഷ് ഞാൻ ഇതിൻ്റെ കൂടെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റർ ഫ്രൈ മെനു ആണ്. ഫിഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റീക്സ് ആയിട്ടുള്ള ഫിഷ്, ഇതിപ്പോൾ ഞാൻ കഴുകി അത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി അതിനെ നമുക്ക് ലൈമും സോൾട്ടും വെച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. അതിന് ശേഷം അത് കുറച്ച് കോൺഫ്ലവറും കുറച്ച് പെപ്പറും കുറച്ച് ചില്ലി പൗഡറും ഉപയോഗിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതാണ് നമ്മുടെ
ഫിഷ്. ഈ സ്റ്റീക്സ് ആയിട്ട് തന്നെ സാധാരണ ഇത് ഈ ഡിഷ് എന്ന് പറയുന്നത്, സാധാരണ ഈ ഡിഷ് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. മോസ്റ്റ്ലി ഞാൻ കഴിച്ചിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടാണ്. ബട്ട് ഞാനൊരു പരീക്ഷണം പോലെ വിചാരിച്ചു, ഓക്കെ എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഒന്ന് ഫിഷിലൊന്ന് പരീക്ഷിച്ചുകൂടാ. അതും ചെറിയ പീസസ് ആക്കാതെ വലിയ സ്റ്റീക്സ് ആയിട്ട് തന്നെ വെച്ചിട്ടൊരു ഹോൾ ഒരു ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്ക് എന്നാൽ അത് ഫിഷിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് പിന്നെ ഇത് അതിൻ്റെ കൂടെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പെപ്പേഴ്സ് സോട്ട് ചെയ്ത് ചേർത്ത് ഇതിൻ്റെ കൂടെ കാഷ്യൂസും ഞാൻ റോസ്റ്റ് ചെയ്ത് ചേർക്കും. അത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പേര് സ്റ്റിർ ഫ്രൈഡ് ഫിഷ് വിത്ത് സ്റ്റിർ ഫ്രൈഡ് കാഷ്യൂസ് എന്നാണ്. ഈ ഇരിക്കുന്നതെല്ലാം കണ്ട് നിങ്ങൾ പേടിക്കരുത്. ഇതെല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് സോസ് ആൻഡ് വിനീഗർ കളക്ഷനാണ്. ഇതിൽ ഫിഷിൻ്റെ ബേസിന് വേണ്ടിയിട്ട്, ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ചില സോസുകളാണ്. സോയ് സോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഓയിസ്റ്റർ സോസ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ലൈറ്റ് സോയ് സോസ് ഉപയോഗിക്കുന്നുണ്ട്, വിനീഗർ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബേസ്. തായ് ചില്ലി സോസ്, കാരണം ഇതൊരു സ്വീറ്റ് ആൻഡ് ഹോട്ട് ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു എരിവില്ലായിരിക്കും. അതിനു വേണ്ടിയിട്ട് അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മധുരം കാണും. എന്നാൽ ഭയങ്കര മധുരമല്ല, എഡിബിൾ ആയിട്ടുള്ള ഒരു വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ബേസാണത്. അപ്പം അതിലേക്ക് നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ 1-2 റെഡ് ചില്ലീസ് ഉപയോഗിക്കും, ഡിസീഡ് ചെയ്തിട്ട് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, പിന്നെ കാഷ്യൂസും. അപ്പം അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണാം. ഞാൻ ആദ്യം ഇതെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. ഇനി നമ്മുടെ പുഡിംഗ്, ഇനി നമ്മുടെ ഡെസേർട്ട് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ടൊരു 2 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. 2 മിനിറ്റ്സിൽ ചെയ്താലും നമ്മൾ അത് ഒരു 2 hours ഒന്ന് തണുപ്പിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ മെനുവിൽ ആദ്യം ചെയ്യേണ്ട ഐറ്റവും ഈ പുഡിങ്ങാണ്. ആദ്യം അതിൻ്റെ പുഡിംഗ് ഉണ്ടാക്കി അതിനെ അതിനെ റെഫ്രിജറേറ്ററിനകത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള മെയിൻ കോഴ്സസ് ചെയ്യേണ്ടുന്നത്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കോഫി പുഡിങ്ങാണ്. വളരെ ഈസിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ പൗഡർ, പിന്നെ അഫ്കോഴ്സ് കോഫി പൗഡർ, ഷുഗർ, പിന്നെ കുറച്ച് സിനമൺ പൗഡർ, വനില എസൻസ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ. പാലും അത് ഒന്ന് ബോയിൽ ചെയ്ത് അതൊന്ന് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് ഒരു 2 hours ഇരിക്കണം. അപ്പോൾ ആ 2 hours ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മെയിൻ മെനു റൈസും ഫിഷും ചെയ്ത് തീർക്കാനും പറ്റും. അപ്പം ഒരു വളരെ എന്ത് പറയേണ്ടത്, കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് ആണ് ഇത്. ഷോർട്ട് നോട്ടീസിൽ 2 hours ടൈമിൽ നമ്മൾ ഒരു പുഡിംഗ്, ഒരു റൈസ്, ഒരു സൈഡ് ഡിഷ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഫിഷ് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇത് ലെമൺ ജ്യൂസ് എടുക്കുക. അപ്പോൾ ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ്, കാരണം 4 സ്റ്റീക്കേ ഉള്ളൂ, 4 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിച്ചുള്ളൊരു മെനു ആണിത്. അപ്പം കുറച്ച് സോൾട്ട്, ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ടു. മിക്സ് ചെയ്തിട്ട്
കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പുഡിങ്ങിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പം ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ കോൺ പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ, ഒരു പിഞ്ച് സോൾട്ട്, ഇത്രയും സാധനം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മിൽക്കും ഉണ്ടോ, ഇതിലേക്ക് നമ്മൾ 2 കപ്പ് മിൽക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് അത് തീയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്ത് പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കോഫി പൗഡറും വനില എസൻസും ചേർത്ത് അടിച്ച് അത് ഫ്രിഡ്ജിൽ വെക്കണം. ഇതിൻ്റെ കൂടെ ഒരു 1 ടീസ്പൂൺ cinnamon powder, നമ്മൾ മിക്സ് ചെയ്ത മിൽക്കും കോൺ സ്റ്റാർച്ച് പൗഡറും എല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്യുവാണ്. ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും അതിലേക്ക് കോഫി പൗഡറും വാനില എസൻസും കൂടി ചേർത്ത് വിസ്ക് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ച് യോജിപ്പിച്ചിട്ട് അത് ഫ്രിഡ്ജിനകത്ത് സെറ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും. അപ്പം അത് 2 മണിക്കൂർ അവിടെ ഇരുന്ന് തണുത്ത് അത് പുഡിങ്ങാകും. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ മെയിൻ ഡിഷസ് ചെയ്യാൻ പറ്റും. എൻ്റെ പ്രഷ്യസ് അസിസ്റ്റൻറ്റ് ഷെഫ് നിരഞ്ജന ദാസ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മിക്സ്ചർ ഇത് തിക്കൻ ചെയ്യാൻ തുടങ്ങി. ഒന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അത് തിക്കനായി. സോ അത് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. കുക്ക് ചെയ്ത മണം വരുന്നുണ്ട്. അത് കുക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ്, ആ ഒരു കുക്ക് ചെയ്ത സ്മെൽ. അപ്പം ഓൾമോസ്റ്റ് ഡൺ ആണ്. ബബിൾസ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ശരിയായെന്നാണ്. ഒരു തിക്കർ കൺസിസ്റ്റൻസി ആകും. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിലേക്ക് വനില എസൻസും ഒരു ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്നും കൂടെ വിസ്ക് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് അതൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് നമ്മളത് തണുപ്പിക്കാൻ വയ്ക്കും. അതുകൊണ്ട് നമ്മുടെ പുഡിംഗ് 1 ടീസ്പൂൺ വനില എക്സ്ട്രാക്ട്,
കോഫി പൗഡർ 1 ടീസ്പൂൺ. മമ്മ ചെയ്യട്ടെ. പുഡിംഗ് ശരിയായി. ഇത് ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. ഫ്രിഡ്ജിലേക്ക്. അപ്പം നമുക്കിനി റൈസ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും ഒഴിച്ചത് ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും അരി ഇട്ടെടുക്കണം. അപ്പം അതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തായ് കുക്കിങ്ങിന് മോസ്റ്റ്ലി അവർ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് കിട്ടത്തില്ലാത്തത് കാരണം, അല്ലെങ്കിൽ അത് അത്ര എളുപ്പം കിട്ടാൻ പറ്റില്ലാത്ത ഒരു സാധനമായത് കാരണം നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു മിൻറ്റും എന്താ പറയുന്നത് ലെമണും കൂടെ ചേർന്നൊരു രുചിയാണത്. അപ്പം ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. നാരങ്ങയുടെ ഇലയും അല്ലെങ്കിൽ നാരങ്ങയുടെ റിൻറ്റും ഈ മിൻറ്റ് ലീവ്സും കൂടെ ഒന്ന് വെള്ളത്തിൽ ബ്ലാൻഡ് ചെയ്തിട്ട് അത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ അതെടുത്ത് റൈസ് ഇടുന്നതിന് മുന്നേ അതെടുത്ത് മാറ്റുക. അല്ല അത് കിടന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് കിടക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല, ബട്ട് അതെടുത്ത് മാറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു വൃത്തി. അപ്പം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സോസസ് ഇടുമ്പോഴത്തേക്കും സോയ് സോസ് എല്ലാം മോസ്റ്റ്ലി സോൾട്ട് ബേസ് ഉള്ളതാണ്, അല്ലാത്തത് കൊണ്ട് ബട്ട് എല്ലാം മോസ്റ്റ്ലി എല്ലാം സോൾട്ടഡ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഒരുപാട് സോൾട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് ഞാൻ ബണ്ടിലപ്പ് ചെയ്തിട്ടുണ്ട്, എടുത്തു കളയാൻ ഈസി ആയിട്ട്. ഞാനൊരു ട്വൈൻ വെച്ചിട്ട് അതിനെ കെട്ടി, അപ്പം അതൊരു ബണ്ടിലായിട്ട് കിടക്കും. എന്നിട്ട് ബോയിൽ ആകുമ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ഇത് ബ്ലാഞ്ച്ഡ് ആകും. അപ്പം നമുക്കിതിനെ എടുത്ത് കളയാം. പിന്നെ ലൈം ലീവ്സ് അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, കാരണം അത് സാധാരണ ഈ കുക്കിങ്ങിനകത്ത് കാണാറുള്ളൊരു സാധനം. അപ്പം ലൈം ലീവ്സ് ഞാൻ അതുപോലെ ഇവിടെ ഇടാൻ തീരുമാനിച്ചു. അപ്പം ഇനി ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് ബാക്കിയുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. വെള്ളം തിളച്ചു. അപ്പം ഇതിന് നല്ലൊരു അരോമ വന്നിട്ടുണ്ട്, നല്ലൊരു മണമുണ്ട്. ആ ലെമണിൻ്റെ ലീഫും ആ ഇതുമെല്ലാം. അപ്പം ഞാൻ അതിനെ അങ്ങ് എടുക്കുക. ഒരു 2 അവിടെ കിടന്നെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ഒരു 2 ലീഫ് അവിടെ ഇട്ടിട്ടുണ്ട്. കഴുകി വെച്ചിരുന്ന അരി സ്റ്റൈലിനേക്കാളും നല്ലത് എപ്പോഴും കൈയാണെന്നുള്ളത് മനസ്സിലായിരുന്നു. അത് കുക്ക് ചെയ്യട്ടെ.
അതിൻ്റെ പാകം, അതായത് ഭയങ്കരമായിട്ട് അളിഞ്ഞു പോകരുത്, കുഴഞ്ഞ്. അപ്പം ഇതൊരു 95% കുക്കാകുമ്പോഴത്തേക്കും ഞാനിതിനെ ഡ്രെയിൻ ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. പിന്നെ ഞാൻ വെജിറ്റബിൾസ് ടോസ് ചെയ്യുമ്പം സ്റ്റെയർ ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതിനെ പിന്നെ ആ റൈസിനെ ഞാൻ പുറത്തെടുക്കത്തുള്ളൂ. ഇത് കുക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്യുന്നിടം വരെ ആ സമയം കൊണ്ട് ഒരുമാതിരി വെജിറ്റബിൾസ് ഒക്കെ ഇതിലേക്ക് വേണ്ടത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബേബി കാരറ്റ്സ് ആണ് ഇത്. ലോങ് ആയിട്ട് ഭയങ്കര തിന്നുമല്ല, ഭയങ്കര തിക്കുമല്ല, വെഡ്ജസ് അല്ല, ലോങ് ആയിട്ട് സ്ലൈസ് ചെയ്തത്. ഇത് ക്യാപ്സിക്കം പല കളർ നമ്മൾ നേരത്തെ അവിടെ ഇരിക്കുന്നത് കണ്ടല്ലോ, അത് വളരെ കുറച്ച് ഓരോ സ്ലൈസസ് ഒരു സൈഡിൻ്റെ പകുതി, ഒരു ക്വാർട്ടർ പീസ് മാത്രം കട്ട് ചെയ്ത് അതിനെ ലോങ് ആയിട്ട് സ്ലൈസ് ചെയ്താണ്. ബേബി കോൺസ് ഞാൻ അതിനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തു. ഓരോ കോണും 4 മുറിച്ചിട്ട് പിന്നെ അതിനെ ഞാൻ കട്ട് ചെയ്തു. ഇനിയുള്ളത് ബ്രോക്കോളിയും കൂടെ കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെജിറ്റബിൾ സെക്ഷൻ കഴിയും. കത്തി മോഷണം പോയി, നമുക്ക് വേറെ കത്തി എടുക്കാം. ഇതിനിടയ്ക്ക് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഫിഷ് ഇതുവരെ മാരിനേറ്റ് ചെയ്തില്ല. വെറും ലൈമും സോൾട്ടുമായിട്ട് അവിടെ ഇരിക്കുവാണ്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇത്രയും ബ്രോക്കോളി തന്നെ അധികമാണ്. അതിൻ്റെ ഓരോ ഫ്ലോററ്റ്സും എടുത്തിട്ട് അതിൻ്റെ ചെറിയ ഫ്ലവേഴ്സിനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിലൊക്കെ ജേംസ് ഉണ്ടോ. നമ്മൾ ഓൾറെഡി മഞ്ഞൾ വെള്ളത്തിനകത്ത് ഒക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ഫംഗികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇഷ്ടം പോലെ നല്ല സാധ്യതയുണ്ട് വരാനായിട്ട്. അതിൻ്റെ പാക്കിങ്ങിനകത്ത് സാധനം റൈസ് ഒന്ന് ഡ്രെയിൻ ചെയ്യും. ഈ വെജിറ്റബിൾ അപ്പോഴേക്കും സോട്ടേ ചെയ്ത് എടുക്കാം. പിന്നെ നമുക്ക് ഫിഷിൻ്റെ ഇതിലേക്ക് കടക്കാം. അതാ അതും കഴിഞ്ഞു. ലിറ്റിൽ ഷെഫ് അരി വെന്തോ എന്ന് ചെക്ക് ചെയ്യുന്ന രംഗമാണ്. അത് എൻ്റെ ബ്രദർ, 2 പേരുണ്ട് ബ്രദേഴ്സ്. ഒന്ന് റിച്ച് മാത്യു, ഒന്ന് ഡീൻ മാത്യു. ഈ നിൽക്കുന്ന ഡീൻ മാത്യു ആണ്. പിന്നെ ബച്ചൻ എന്ന് വിളിക്കും. അമിതാഭ് ബച്ചൻ അല്ല, വെറും ബച്ചൻ. ഇവര് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ തിന്ന് സഹിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞാൻ. ഇപ്പോഴും ജീവനുണ്ട്. ബൈ ബൈ. ഞാനിത് ഡ്രെയിൻ ചെയ്യാൻ പോവാം. ലെമൺ ലീച്ചിൻ്റെ ഒരു അരോമ.
ഒരു വോക്ക്. വെജിറ്റബിൾ ഓയിലാണ്, അല്പം ഓയിൽ. കുറച്ച് ഓയിലേ ഉള്ളൂ, ഒരു ടേബിൾ സ്പൂൺ. വേഗം വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. Peppers, റൈസ്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും എന്നെ പാചകം കണ്ടു? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ഇനി നമുക്ക് സോസ് ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ സോസ്, സോയ സോസ്. സോട്ട വെജിറ്റബിൾ ആണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ടോസ് ചെയ്യാൻ പോകും. ടോസ് ചെയ്ത് മിക്സ് ചെയ്യുന്നുള്ള റൈസ് റെഡിയായി. പിന്നെ ഒന്നും ചെയ്യാനില്ല. റൈസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അതാണ് നമ്മുടെ റൈസ്. ആക്ച്വലി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. എൻ്റെ റൈസ്റ്റിൽ പരവും കുളിപ്പി ചൂടാകുമോ? ഇനി ഫിഷ് മതി. പിക്കിളിനുള്ള വിനീഗർ, ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് ക്യൂക്കമ്പർ വെഡ്ജസും സ്ലൈസ് ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിക്കിളാകും. ഒരു ഹാഫ് ഗ്രീൻ ആപ്പിളും കൂടെ ഇതിലൂടെ ഞാനിടും. അത് നമ്മുടെ ഈ റൈസിൻ്റെ പിക്കിളാണ്. പിന്നെ ഈ കാണുന്നത് ഞാൻ ഫിഷിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച സാധനങ്ങളാണ്. ഇത് സ്പ്രിംഗ് അനിയനാണ്, റെഡ് ആൻഡ് ഓറഞ്ച് പെപ്പേഴ്സ്, ഗ്രീനും യെല്ലോയും കൂടെ ഉണ്ട്. ഇതിനെ ഞാൻ ജുലൈൻ ചെയ്യും, അതോടെ അതും ആകും. ഫിഷ് കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഒന്നെങ്കിൽ ഒരു
ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺ പൗഡർ, രണ്ടിലേതെങ്കിലും ഒന്ന് സ്മിയർ ചെയ്തിട്ട് ഓൾറെഡി ഇതിപ്പോൾ മാരിനേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതിനെ വറുത്തെടുത്ത് അത് വറക്കുന്നതോടുകൂടി മീനിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. പിന്നെ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുക, കാഷ്യൂസ് റോസ്റ്റ് ചെയ്യുക, പിന്നെ സോസസ് ബേസ് ഗ്രേവി തയ്യാറാക്കുക, അതിലേക്ക് ഫിഷ് ഇടുക. അതോടെ ഫിഷിൻ്റെ ഇതും കഴിയും. പ്രിപ്പറേഷൻ മാക്സിമം 10 minutes ടൈമേ ഉള്ളൂ. കട്ടിങ്ങിനാണ് ടൈം പോകുന്നത്. ഏതായാലും മൊത്തം ഈ കുക്കിംഗ് ചെയ്യുന്നതിന് നമുക്ക് ലെസ് ദാൻ 2 hours ടൈം മതി. ഒരു 1 tablespoon കുറച്ചും കൂടെ എണ്ണ. ആദ്യം ഈ കാഷ്യൂസ് റോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഫിഷിന് വേണ്ടിയിട്ടാണ്. മുളകാകുമ്പോഴേ ഇതൊരു 100 grams കാഷ്യൂ ഉണ്ട്. കരിയാതെ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ സെയിം എണ്ണയിൽ റെഡ് ചില്ലി ഒരു 6-7 എണ്ണം കുരു കളഞ്ഞിട്ട് ചേർത്തത്. അത് ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കും ബേൺ ചെയ്യാതെ ഞാൻ എണ്ണയിലേക്ക് ഇത് ഒരു 3 to 4 ഒരു 3-4 ക്ലോവ് ഓഫ് വെളുത്തുള്ളിയാണ്, വലിയ വെളുത്തുള്ളി മിക്സ് ചെയ്തത്. അതിൻ്റെ പച്ചമണം മാറിയിട്ട് ആ നല്ല ഗാർലിക്കിൻ്റെ നല്ലൊരു റോസ്റ്റഡ് മണം വരുമ്പോഴത്തേക്കും ഒരു ഉള്ളി ചോപ്ഡ്, സവാള ഒരു വലുത്, നല്ല ഫ്ലെയിമിൽ നന്നായിട്ട് ട്രാൻസ്ലൂസൻ്റ് ആകുന്നത് മതി.
നല്ല ഫ്ലെയിം വേണം. ക്യാപ്സിക്കംസ് ആണ് തിന്നായിട്ട് ലോങ് ആയിട്ട് അരിഞ്ഞത്. ഒരു മീഡിയം ക്യാപ്സിക്കം ഉണ്ടത്. ഇതൊരു മിക്സാണ്. ഇത് 3 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസ്, 3 ടേബിൾ സ്പൂൺ തായ് ചില്ലി സോസ്, പിന്നെ 3 ടേബിൾ സ്പൂൺ സോയ് സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ പെപ്പർ. ഇത്രയും കൂട്ടുള്ള മിക്സാണ്. Spring onions. Fish ready ആയി കഴിഞ്ഞു. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അതോടെ ഫിഷും റെഡിയായി. അപ്പോൾ നമ്മുടെ മെയിൻ കുക്കിംഗ് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സെർവ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. ഇതാണ് ഇത്രയും നേരം ഇവിടെ കുക്ക് ചെയ്ത സാധനം. ഒരു റൈസ്, stir fried cashews and fish pudding. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായത് കാരണം ഞാൻ ഒരുപാട് പ്രാവശ്യം നിർത്തി വെച്ചും ഷൂട്ട് ചെയ്തും പിന്നെ അരിയുന്ന സാധനം അവോയ്ഡ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് കുറച്ച് പ്രൊസീജിയറസ് ആയിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 1 hour ടൈം മാക്സിമം മതി ഇതെല്ലാം ചെയ്യാനായിട്ട്. കട്ടിങ്ങിനാണല്ലോ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കുന്നത്. അപ്പം ഇത് എൻ്റെ ആദ്യത്തെ കുക്കറി ഷോയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഒരു കുക്കറി ഷോ ഓൺ എയർ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമെന്നോ അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഷോ നടത്തുന്നു ഒരിക്കലും വിചാരിച്ചു. ഒരിക്കലും ഞാൻ എന്നെക്കുറിച്ച് അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കുക്കറല്ല. ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ് എന്നുള്ളതല്ലാതെ അതിനകത്തൊരു വളരെ കീനായിട്ട് ഫുൾ ടൈം ഒരു കുക്കായിട്ട് ഞാൻ ഒരിക്കലും നിന്നിട്ടില്ല. കാര്യം വെച്ചാൽ എനിക്കൊരു ജോലിയുണ്ട്. മോസ്റ്റ്ലി ഞാൻ രാവിലെ 9 o'clock തൊട്ട് നൈറ്റ് 8:30 വരെ ഓഫീസിലായിരിക്കും. മിക്കവാറും സ്റ്റക്കായിരിക്കും. അല്ലാത്ത സമയങ്ങളിൽ 9 to 5 ആണ് ടൈമെങ്കിലും മോസ്റ്റ്ലി അങ്ങനെയായിരിക്കും എൻ്റെ ചെയ്യുന്നത്. അതിനിടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തെല്ലാം നല്ല നല്ല ഫുഡുകൾ കുക്ക് ചെയ്യാനും ഒക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്.
അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ ഫോട്ടോസിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ജൂൺ 6 ഇത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം. ഒരിക്കൽ കൂടെ എല്ലാവരോടും താങ്ക്സ് പറയും.